ഇവിടെ ബൈബിൾ സ്റ്റഡി ഈ രാവിലെ സമയത്ത് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ നിന്ന് രാവിലെ സമയം കടന്നു വന്ന് ഞങ്ങളുടെ വചനങ്ങളെ ധ്യാനിക്കാനായിട്ട് ഒരുക്കി തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യോടന്തം ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ എന്നുള്ള വിഷയം നമ്മൾ തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായെങ്കിലും അതിൻ്റെ ഇൻട്രഡക്ഷനിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനത്തിലോട്ട് പ്രവേശിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനങ്ങളുടെ പ്രാധാന്യതകളെക്കുറിച്ചും സങ്കീർത്തനത്തിനൊക്കെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ നമ്മൾ ചിന്തിക്കാൻ തക്കണമിടയായി. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. സങ്കീർത്തനത്തിൻ്റെ രചയിതാക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ അത് എഴുതിയിരിക്കുന്നതായ വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കാൻ തക്കണമിടയായി തീർന്നു. എന്നാൽ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഈ സങ്കീർത്തനങ്ങളെ നമുക്കറിയാം 5 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോ ദി സാംസ് the 150 Psalms are divided into 5 books. ഓക്കെ, 5 പുസ്തകങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു അർത്ഥമുണ്ട്. കാരണം പഴയ നിയമ കാലഘട്ടത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഈ 150 അധ്യായങ്ങൾ അടങ്ങുന്നതായ പുസ്തകത്തെ 5 പുസ്തകങ്ങളായിട്ട് തിരിച്ചത്. അതുവരെ ഒറ്റ ഒരു ഇതായിട്ടായിരുന്നു. എന്നാൽ 5 പുസ്തകങ്ങളായിട്ട് തിരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കണക്ഷൻ കിടപ്പുണ്ട്. അതായത് നമുക്കറിയാം, മോശയാൽ എഴുതപ്പെട്ടതായിരിക്കുന്ന 5 പുസ്തകങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ടങ്ങോട്ട് കാണുന്നുണ്ടല്ലേ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ആ 5 പുസ്തകങ്ങളെ നമ്മളെന്താ വിളിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, പെൻഡറ്റുക്ക് അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ പഞ്ചഗ്രന്ഥങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ആ പഞ്ചഗ്രന്ഥങ്ങളിലുള്ള 5 പുസ്തകങ്ങളും ഈ 150 സങ്കീർത്തനങ്ങളിലെ 5 പുസ്തകങ്ങളായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. വേണമെങ്കിൽ ഈ നോട്ട് ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ എഴുതാം. നമുക്കറിയാം, ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് സാം നമ്പർ 1 to 41 ആണ്. ഒന്നാമത്തെ സങ്കീർത്തനം തൊട്ട് 41-ാം സങ്കീർത്തനം വരെയാണ് ഒന്നാം പുസ്തകം. അത് നമുക്കറിയാം. രണ്ടാമത്തെ പുസ്തകം സാം നമ്പർ 42 to 72, 42 തൊട്ട് 72 വരെയുള്ള സങ്കീർത്തനമാണ്. മൂന്നാമത്തെ പുസ്തകം ഏതാ? 73 മുതൽ 89 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് മൂന്നാമത്തെ പുസ്തകം. നാലാമത്തെ പുസ്തകം 90-ാമത്തെ സങ്കീർത്തനം മുതൽ സാം നമ്പർ 90 മുതൽ 106 വരെ. ജസ്റ്റ് അങ്ങ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഇനി 5-ാമത്തെ പുസ്തകമായിട്ട് പറഞ്ഞിരിക്കുന്നത് 107 തൊട്ട് 107 തൊട്ട് 150 വരെ. ഇതാണ് 5 പുസ്തകങ്ങളായിട്ട്. ഓക്കെ, ഈ 150 സാംസിനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5 പുസ്തകങ്ങളായിട്ടാണ്. 1 മുതൽ 41 വരെ, 42 തൊട്ട് 72 വരെ, 73 മുതൽ 89 വരെ, 90 മുതൽ 106 വരെ, 107 മുതൽ 150 വരെ. അപ്പം ഈ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ന്യായപ്രമാണത്തിൽ 5 പുസ്തകങ്ങൾ മോശ നിമിത്തം കർത്താവ് കൊടുക്കുവാൻ തക്കണം ഇടയാകുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ മോശയിലൂടെ ആ ഇസ്രായേൽ ജനത്തിനോട് ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം മോശ ഈ 5 പുസ്തകങ്ങളും അവർക്ക് കൊടുക്കുന്ന ഉടനെ ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, ഈ ജനം എല്ലാവരും എന്ത് ചെയ്യണം? ദൈവത്തെ ആഴമായി സ്നേഹിക്കണം, കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കണം, കർത്താവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ദൈവം ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മോശയോട് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തൊക്കണം ഇടയാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സങ്കീർത്തനങ്ങളെ നാം പഠിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്,
ഈ ഒന്നാമത്തെ പുസ്തകമാകുന്ന 1 മുതൽ 41 വരെയുള്ളതായിരിക്കുന്ന പുസ്തകം, അല്ലെങ്കിൽ ആ സങ്കീർത്തനങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകം, അത് പഴയ നിയമത്തിലെ ബുക്കാകുന്ന ഉൽപ്പത്തി പുസ്തകത്തോടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകമാകുന്ന 1 മുതൽ 41 വരെയുള്ളതായിരിക്കുന്ന ആ അധ്യായങ്ങൾ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തോട് എങ്ങനെയാണ് കണക്റ്റ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ കാണാൻ സാധിക്കുന്നത് മനുഷ്യവർഗത്തോട് ദൈവത്തിനുള്ള ബന്ധത്തെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ഓഫ് ഗോഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന് തൻ്റെ ജനത്തോട് അല്ലെങ്കിൽ തൻ്റെ മക്കളോടുള്ളതായിരിക്കുന്ന ബന്ധത്തെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെല്ലാം കാണുന്നത്, അല്ലേ? നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലാണ് മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിക്കുന്നതും അതിന് തുടർന്നുള്ളതായിരിക്കുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ധാരാളം ഹിസ്റ്ററീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലരുടെയും ഹിസ്റ്ററീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആദാം ഹവ്വ തൊട്ട് ഇങ്ങോട്ട് ധാരാളം പേരുടെ ഹിസ്റ്ററി കാണുന്നുണ്ട്. അപ്പം മനുഷ്യവർഗത്തോടുള്ളതായിരിക്കുന്ന ഒരു ഡീലിംഗ് ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മനുഷ്യവർഗത്തോടുള്ള ബന്ധം, how God was keeping that relationship with the human being or the people of God. So that is what we understand from book of Genesis, and we understand that even in Psalm number 1 through 41, that is known as the first book of the Psalms, and that also includes about how God was dealing with the people and how and what is the relationship of God with his people and his children. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെ പുസ്തകത്തോട് ഉൽപ്പത്തിയോട് എന്ത് ചെയ്തിരിക്കുന്നു, കമ്പയർ ചെയ്യാം. ഉൽപ്പത്തി പുസ്തകത്തോട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ബുക്ക്, ബൈബിളിലെ രണ്ടാമത്തെ ബുക്ക് ഏതാ? എക്സോഡസ്, പുറപ്പാട് പുസ്തകം. ആ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന വിഷയം എന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്, റിഡംഷനാണ്, അല്ലേ? റിഡംഷനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ പുസ്തകം, സങ്കീർത്തനത്തിലെ രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് 42 to 72 ആണ്. സാം നമ്പർ 42 to 72. അത് ആ ഒരു രണ്ടാമത്തെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വിഷയങ്ങളും അതുതന്നെയാണ്. എന്താണെന്നറിയാമോ? വളരെ ദുഃഖത്തിലിരിക്കുന്നതായ മനുഷ്യരുടെ വിലാപത്തെ കണ്ടുകൊണ്ട് നമുക്കറിയാം. 42-ൻ്റെ വേഴ്സ് 1 ഒന്ന് വായിച്ചേ. സാം നമ്പർ 42-ൻ്റെ വേഴ്സ്. ഒരു മാൻ നീർത്തോടിനോട് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അപ്പം ഹൃദയത്തിനകത്തുള്ള വലിയൊരു ആകാംക്ഷയാണ്. എന്താണ്? ഒരു വീണ്ടെടുപ്പിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വീണ്ടെടുപ്പിൻ്റെ, വിടുതലിൻ്റെ ഒരു വലിയ ആഗ്രഹത്തെ അവിടെ പ്രകടിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, പുറപ്പാട് പുസ്തകത്തിലും സംഭവിക്കുന്ന എന്താണ്? ഇസ്രായേൽ ജനം മിസ്രയീമിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ ആഗ്രഹിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധിച്ചാൽ നല്ലതായിരുന്നു. അപ്പം ആ ഒരു ചരിത്രം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ, ബുക്ക് ഓഫ് എക്സോഡസിൽ പറഞ്ഞിരിക്കുന്ന അതേ ചിന്തയാണ് ഈ സാം നമ്പർ 42 through 72 ഉള്ള സങ്കീർത്തനങ്ങളിൽ പ്രകടമായി കാണുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തെ പുറപ്പാട് പുസ്തകത്തോട് കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആൻഡ് ദ തേർഡ് വൺ സാം നമ്പർ 73 through 89 ആണ്. അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം ഹോളി ടെമ്പിൾ ആൻഡ് ദ വർഷിപ്പാണ്. ഹോളി ടെമ്പിൾ ആൻഡ് വർഷിപ്പ്, അതായത് വിശുദ്ധ മന്ദിരവും അതിനകത്തുള്ള ആരാധനയുമാണ്. അത് എന്തിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? ലേവ്യ പുസ്തകത്തോട്. ബുക്ക് ഓഫ് ലെവിറ്റിക്കസിനകത്ത് എന്തോരം കാര്യങ്ങളാണ് കാണുന്നത്, അല്ലേ? എങ്ങനെയാണ് ഹോളി ടെമ്പിൾ ആയിരിക്കേണ്ടത്, ഹോളി ടെമ്പിളിനകത്തുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ടൂൾസ് എങ്ങനെയായിരിക്കണം, ഓരോരോ കാര്യം വ്യക്തമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ലേവ്യ പുസ്തകത്തിൽ ആരാധനയാണ്. ഹോളി ടെമ്പിളുണ്ട്, അതിനകത്തെ ആരാധനയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ഈസ് കമ്പയർഡ് വിത്ത് ദ തേർഡ് ബുക്ക് ഓഫ് സാംസ്. ദാറ്റ് മീൻസ് സാം നമ്പർ 73 through 89. അത്രയും സാംസിനെ ഒരു ബുക്കായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ അവസാന സമയങ്ങളിലാണ് ഇത് 5 തിരിച്ചത്. സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായിട്ട് തിരിച്ചത്. അപ്പോൾ മൂന്നാമത്തെ അതാണ്. ഇനി നാലാമത്തെ പുസ്തകം, നമ്മുടെ ബൈബിളിലെ പുസ്തകം ബുക്ക് ഓഫ് നമ്പേഴ്സ് ആണ്, സംഖ്യാപുസ്തകമാണ്. ആ സംഖ്യാപുസ്തകത്തിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ മരുഭൂമി യാത്രയിലുള്ളതായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയെക്കുറിച്ച്, അല്ലേ? മരുഭൂമിയിൽ കൂടെയുള്ള
ഇസ്രായേലിൻ്റെ യാത്ര. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞു വരുന്നത്. കാരണം മരുഭൂമിയിൽ കൂടെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ എത്ര വർഷത്തെ യാത്ര? 40 years, 40 വർഷത്തെ യാത്ര. ആ 40 വർഷത്തെ യാത്രയിൽ അവരനുഭവിച്ചതായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, തിക്താനുഭവങ്ങൾ ഇതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിലെ 4-ാമത്തെ പുസ്തകമാകുന്ന സാം നമ്പർ 90 through 106, അത്രയും സാംസിനകത്തും പല വാക്യങ്ങളിലും കൂടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആമേൻ ഈ ജനം അനുഭവിക്കുന്നതായ കഷ്ടതയെക്കുറിച്ചാണ്. ദ അഫ്ലിക്ഷൻ ഓഫ് ദ പീപ്പിൾ, the afflictions and sufferings of the people while they are traveling through the wilderness. Okay, the desertൻ്റെ ഒരു അനുഭവത്തിലൂടെ അവർ പോകുന്ന സമയത്ത് അവർ അനുഭവിച്ചതായ കഷ്ടതയെക്കുറിച്ചാണ് ആ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ആമേൻ അതിനകത്ത് തന്നെ ദൈവത്തിൻ്റെ ഒരു മഹത്വത്തെയും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തെ റിമൈൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നിസാരത്വത്തെയും കാണിക്കുന്നുണ്ട്. സാം നമ്പർ 90-ക്കകത്തൊക്കെ അങ്ങനെയല്ലേ തുടങ്ങുന്നത് അല്ലേ? നമ്മുടെ നിസാരത്വം, നമ്മൾ എത്രയുണ്ട്, മനുഷ്യരാരാണ്, വെറും ഒരു ശ്വാസമാണെന്നും നമ്മളൊക്കെ ഈ ഭൂമിയിൽ നമ്മുടെ ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇവിടെ ഇല്ല എന്നുള്ള ഒരു ചിന്ത തുടങ്ങുന്ന ഒരു സങ്കീർത്തനമാണ് 90-ാം സംഗീതം. നമ്മൾ സാധാരണ ആ 90-ാം സങ്കീർത്തനം എപ്പോഴാണ് വായിക്കുന്നത്? മരണത്തിനാണ് വായിക്കുന്നത് അല്ലേ, അടക്കത്തിനൊക്കെ വായിക്കുന്നത്. അപ്പോൾ സാം നമ്പർ 90 തൊട്ടം കൂടെ തുടങ്ങിയിട്ട് എവിടം വരെയാ? 106-നകത്ത്. 106-നകത്തോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നത് അറിയാമോ? ദൈവത്തിൻ്റെ മഹത്വത്തെയാണ്. അപ്പം നമ്മൾ നിസ്സാരന്മാരാണെങ്കിലും ദൈവം ആരാണ്? മഹത്വമുള്ളവനാണ്, ഗ്ലോറിഫൈഡ് ഗോഡാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ 106-ാമത്തെ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബൈബിളിലെ 5-ാമത്തെ പുസ്തകമാണ് ഡ്യൂറ്ററോണമി, ആവർത്തന പുസ്തകം. ഓക്കെ, ഈ ആവർത്തന പുസ്തകത്തോട് കമ്പയർ ചെയ്യാനായിട്ടാണ് സങ്കീർത്തനങ്ങളിലെ 5-ാമത്തെ പുസ്തകമാകുന്ന 107 മുതൽ 150 വരെ, 107 മുതൽ 150 വരെയുള്ളതായിരിക്കുന്ന സങ്കീർത്തനങ്ങൾ എന്താണ്? 5-ാമത്തെ പുസ്തകം എന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, തിരിച്ചിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പുസ്തകത്തിനകത്താണ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഒബീഡിയൻസ് കാണാൻ സാധിക്കുന്നത്. ദ ബ്ലെസ്സിങ്സ് ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കഷ്ടതയിലൂടെ കടന്നുപോയ ജനം അവർ വിലാപത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ കർത്താവിനെ എന്ത് ചെയ്തു? അനുസരിച്ചു. സോ ദർ ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഒബീഡിയൻസ്. അനുസരിച്ചാൽ നമുക്ക് എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. എന്തനുസരിച്ചാൽ? ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട് എന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ബുക്ക് ഓഫ് ഡ്യൂട്രോണമി എന്ന് പറയുന്ന ബുക്ക് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബുക്ക് ഏതാണ്? 3-ാമത്തെ പുസ്തകമാകുന്ന സങ്കീർത്തനത്തിൻ്റെ വിഭാഗം അല്ലെങ്കിൽ ഡിവിഷനാണ്. ഓക്കെ, 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ. അത് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാനിത് പറയാൻ കാരണം ഈ ബൈബിളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ഉദ്ദേശത്തോടു കൂടി എഴുതിയിരിക്കുന്നത്, വിത്ത് എ പർപ്പസ്. ചുമ്മാ അങ്ങ് എഴുതി പിടിപ്പിക്കുകയല്ല. ഈ ബുക്കൊക്കെ എഴുതുന്ന ആൾക്കാർ, റൈറ്റേഴ്സ്, ഓതേഴ്സ്, അവർ ചുമ്മാ അങ്ങ് എഴുതിയെടുക്കുകയല്ല. പിന്നെ അവർക്കൊരു ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് അവർ എഴുതുന്നത്. അപ്പം ഇൻസ്പിറേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവർ എഴുതുന്നതെല്ലാം എങ്ങനെ ആയിരിക്കും? ദൈവവചനമായിരിക്കും. ഐ മീൻ ദൈവത്തിൻ്റെ വചനമായിരിക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സാംസ്. സങ്കീർത്തനം പഠിക്കുന്ന അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ടുള്ളതായിരിക്കുന്ന പ്രാധാന്യത എന്താ? ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സാംസ്. സങ്കീർത്തനങ്ങൾ പഠിക്കുന്നതുകൊണ്ടുള്ള, ഞാൻ ഒന്നാമത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ്റെ 1-ാമത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ചില ആൾക്കാർക്ക് ഭയങ്കര വിരോധമാണ് ഏത് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക്, ചിലരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. പാസ്റ്റർമാരൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ട്, ഞാൻ നമുക്ക് അവരോട് എതിർപ്പൊന്നുമില്ല, അവരങ്ങനെ പറയുന്നു, അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് മാത്രം. പക്ഷെ നമുക്ക് ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ദാവീദിൻ്റെ സങ്കീർത്തനം തൊട്ടുപോകല്ലെന്ന്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളൊന്നും തൊട്ടുപോകല്ല. പുള്ളി എന്ത് ചെയ്തു? പാപം ചെയ്തു. പുള്ളി പാപം ചെയ്തു. ദാവീദിൻ്റെ സങ്കീർത്തനമൊന്നും നമുക്ക് വായിക്കാൻ കൊള്ളത്തില്ല ആ സഭയിൽ. പുള്ളി പാപം ചെയ്തെന്ന് പറഞ്ഞാലും പുള്ളി എന്ത് ചെയ്തു? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം തന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ വാവിട്ട് കരഞ്ഞ് നിലവിളിച്ച് എന്ത് ചെയ്തു? അനുദപിച്ചു, റിപ്പൻറ്റ് ചെയ്തു, എന്നിട്ട് മടങ്ങി വന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിട്ടാണ് ദാവീദിനെ കർത്താനുവനത്തിൽ കാണുന്നത് അല്ലേ? നമ്മൾ വായിക്കുന്നത് എന്താ? അവൻ എന്ത് ചെയ്തു? എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യുന്ന
ഈസ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹീസ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ആളാണ്. തെറ്റ് പറ്റിയിട്ടുണ്ട്, പാപം സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ എന്ന് വിചാരിച്ച് പുള്ളി എഴുതിയ സങ്കീർത്തനമൊന്നും വായിക്കില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലായിക്കോണം, ദാവീദും ഒരു മനുഷ്യനായിരുന്നു, നമ്മളൊക്കെ ഒരു മനുഷ്യരാണ്, നമുക്ക് എന്തും സംഭവിക്കാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവ് ഒരു പെർഫെക്ഷനിലേക്ക് ഞങ്ങളെ വളർത്തണമേ, ഒരു പൂർണ്ണതയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സാംസ്? ഈ സാംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇതിനകത്തൊരു തിയോളജി ഉണ്ട്. സങ്കീർത്തൻ്റെ അകത്തൊരു തിയോളജി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദൈവശാസ്ത്രം കിടപ്പുണ്ട്. ആ ദൈവശാസ്ത്രപരമായിരിക്കുന്ന വളരെ ഡീപ്പായിട്ടുള്ള ചില ടോപ്പിക്സ് ഈ സങ്കീർത്തനകത്ത് കിടക്കുന്നത് കൊണ്ടാണ് നമ്മളിത് പഠിക്കണമെന്ന് പറയുന്നത്. ഒന്നാമതായിട്ട്, God is a creator. ദൈവം ആരാണ്? ഒരു സൃഷ്ടിതാവാണ്. ദൈവം സൃഷ്ടിതാവാണെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. That means Psalms is revealing that there are a lot of theological aspects in these Psalms. Because first of all we understand that God says, God is the creator. ദൈവം ആരാണ്? ഒരു സൃഷ്ടിതാവാണ്. നിങ്ങളത് സാം നമ്പർ 19 verse 1 വേണം എക്സാമ്പിൾ പറഞ്ഞങ്ങ് വിട്ടാൽ പോരെ, നമ്മൾ വായിക്കേണ്ട കാര്യമില്ല, വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. സാം നമ്പർ 19 verse 1, സാം നമ്പർ 95 verse 5, സാം നമ്പർ 136 verses 5 to 9. എന്നൂടെ പറയാം. സാം നമ്പർ 19 verse 1, സാം നമ്പർ 95 verse 5, സാം നമ്പർ 136 verses 5 to 9. ഇത്രയും വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം ആരാണ്? ഒരു സൃഷ്ടിതാവാണ്. ഗോഡ് ഈസ് എ ക്രിയേറ്റർ. അപ്പം ആ ഒരു ആശയം നമുക്ക് എവിടുന്ന് കിട്ടുന്നുണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല. അപ്പം ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത ഒന്നാമത്തെ എന്താണ്? ഇതിനകത്ത് എന്തുണ്ട്? തിയോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് കിടപ്പുണ്ട്. ഏറ്റവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ഗോഡ് ഈസ് എ ക്രിയേറ്റർ. ദൈവം നമ്മുടെ സൃഷ്ടിതാവാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒന്നാമത്തെ കാര്യം അവിടെ കിടപ്പുണ്ട്. 2, ഗോഡ് റൂൾസ് ദി എർത്ത്. ദൈവം ഭൂമിയെ എന്ത് ചെയ്യുന്നു? ഭരിക്കുന്നു. ദൈവം ഭൂമിയെ ഭരിക്കുന്നു. എവിടെയാണെന്നറിയാം അത് കാണുന്നത്? സാം നമ്പർ 89 verse 9, 147 verse 16 and 17, സാം നമ്പർ 24 verse 1 and 2. ഇത്രയും വാക്യങ്ങളിലും കുറച്ച് വാക്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എക്സാമ്പിളായിട്ട്. അതിനകത്തെല്ലാം കാണുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നു? ഭൂമിയെ ഭരിക്കുന്നു. അപ്പോൾ ദൈവം ഭൂമിയെ ഭരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സാധാരണ ഒരു തിയോളജിക്കലി ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോഴും ദൈവം ഭൂമിയെ ഭരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഫ്ലഡ് ഉണ്ടാകുന്നു, എർത്ത് ഉണ്ടാകുന്നു, ഹരിക്കെയിൻ ഉണ്ടാകുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എത്ര പേരാണ് മരിക്കുന്നത്? കുവൈറ്റിൽ തന്നെ കഴിഞ്ഞ ദിവസം എത്ര പേര് മരിച്ചു. ഇപ്പോൾ താണ്ട് സൗദിയിൽ മക്കയിലോട്ട് പോയ എന്തിനു പോയ ഹജ്ജിന് പോയ 1000-ൽ പരം ആൾക്കാർ മരിച്ചെന്ന് പറയുന്നത്. കൂടുതലും ഈജിപ്തിൽ നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. ഒരു ഒരു ഇന്ത്യക്കാരൻ പഞ്ചാബി എങ്ങോട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം അവിടെയൊക്കെ മരണങ്ങളൊക്കെ സംഭവിക്കുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കൊറോണയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ചോദിക്കുന്ന ചോദ്യമായിരുന്നു, എന്ത് ദൈവമാണെല്ലാം കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയെ ഭരിക്കുന്ന ദൈവമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കൊറോണയൊക്കെ ഇവിടെ? വലിയൊരു ക്വസ്റ്റ്യനായിരുന്നു അന്ന്, വലിയൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ കർത്താവിൻ്റെ വാനത്ത് നമ്മളൊരു വാക്യം ഞാൻ റെഫറൻസ് ഓർക്കുന്നില്ല, ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. അല്ലേ? എനിക്കൊന്ന് സാം നമ്പർ 11 തോന്നുന്നു. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ഭൂമിയിൽ ചെയ്യുന്നു. എന്താ അതിനർത്ഥം? ദൈവം ജീവിക്കുന്നു എവിടെ? ദൈവം സ്വർഗത്തിൽ മാത്രമല്ല, നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, നമ്മുടെ അകത്തും ഉണ്ട്, നമുക്കറിയാം. പക്ഷെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, അവൻ ഇഷ്ടമുള്ളതൊക്കെയും ഭൂമിയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ കൊറോണ വരുത്തിയതും ഈ ഫ്ലഡ് വരുത്തിയതും ഹരിക്കേൻ ഉണ്ടാക്കുന്നതും ഫയർ ഉണ്ടാക്കുന്നതും എല്ലാം ദൈവമാണെന്നല്ല, ദൈവത്തിൻ്റെ അറിവോടെയാണ്, വിത്ത് ഹിസ് പെർമിഷൻ, ദൈവത്തിൻ്റെ ഒരു അനുവാദത്തോടു കൂടെ തന്നെയാണ്. ദൈവത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കത്തില്ലേ? കൊറോണ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഫ്ലഡ് ഒന്നും ഉണ്ടാകണ്ട, ഹരിക്കേൻ ഉണ്ടാകണ്ട എന്ന് ദൈവത്തിന് തീരുമാനിക്കാം. പക്ഷെ കർത്താവ് എന്ത് ചെയ്യും? ചില സമയത്ത് ചിലതൊക്കെ അനുവദിക്കും. Why God is permitting all these tragedies into this world? Because God has a special purpose about all these things. And God says that I am living in heaven, but I am doing my will and my purpose on this earth. ഇതെല്ലാം സംഭവിച്ചാലും കർത്താവിന് ഇതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്.
അത് ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ദൈവം ആരാണെന്ന് സങ്കീർത്തനം പറയുന്നു. ഗാഡ് ഈസ് ദ റൂളർ ഓഫ് ദിസ് എർത്ത്. ഈ ലോകത്തിൻ്റെ, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ ലോകത്തിൻ്റെ അധിപതി ആരാ? ഈ ബൈബിളിൽ വാക്യമില്ലേ? ഈ ലോകത്തിൻ്റെ ഇപ്പം ഈ ലോകത്തിൻ്റെ പ്രഭു അല്ലെങ്കിൽ ലോകത്തിൻ്റെ അധിപതി എന്ന് പറഞ്ഞ് ഇപ്പം പുള്ളിയെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ടല്ലേ കർത്താവ് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ ചെന്നപ്പോഴത്തേക്ക് സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നേ, നീ എന്നെ ഒന്ന് താണു വീണ് നമസ്കരിച്ചാൽ എന്ത് ചെയ്യാം, ഞാനിതെല്ലാം നിനക്ക്. ആരോടാ പറയുന്നത്? ഇതെല്ലാം സൃഷ്ടിതാവാകുന്ന ദൈവമാകുന്ന കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുകയാണ്, ഇതെല്ലാം എൻ്റെ പക്കലായിപ്പോൾ ഇരിക്കുന്നേ, കർത്താവ് കൊടുത്തതാ, നീ വെച്ചോടാ, ഇത് നിനക്കുള്ളതാ, നീ വെച്ചോ കുറച്ച് നാളത്തേക്ക്. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ, ഇതിനെല്ലാം ആധിപത്യം ഞാൻ എടുക്കും. കർത്താവ് പറഞ്ഞിട്ട് നിന്നെ ഒന്നും ആരാധിക്കേണ്ട കാര്യം എനിക്കില്ല, ഇതെല്ലാം എൻ്റേതാ, പക്ഷെ കുറച്ച് നേരത്തേക്ക് നിന്നെ ഞാൻ തന്നിരിക്കുന്നതേ ഉള്ളൂ. നാം മനസ്സിലാക്കണം, ഗോഡ് ഈസ് ദ റൂളർ ഓഫ് ദിസ് എർത്ത്. ഓക്കെ, ദാറ്റ് ഒരു തിയോളജിക്കൽ ആസ്പെക്റ്റ് ആണ് അതിനകത്തുള്ളത്. മൂന്നാമത്തെ കാര്യം, ഗോഡ് ഗവേൺസ് ദ ഹ്യൂമൻ കൈൻഡ്. ദൈവം മനുഷ്യവർഗത്തെ എന്ത് ചെയ്യുന്നു? ഭരിക്കുന്നു. എല്ലാ മനുഷ്യവർഗത്തെയും ഭരിക്കുന്നത് ദൈവമാണ്. നമ്മൾ ഈ സാധാരണ നമ്മൾ ഈ സോവറിനിറ്റി ഓഫ് ഗോഡ് എന്നൊക്കെ പഠിക്കുമ്പോഴേ, സോവറിനിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവാധിപത്വം, ദൈവത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ച് പഠിക്കുമ്പം ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഓക്കെ 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 അപ്പം നോക്കിയേ, അപ്പം ഈ ദൈവത്തിൻ്റെ സോവറിനിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം എന്താ കാണുന്നത് അതിനകത്ത്? സോവറിനിറ്റി. അപ്പം ദൈവത്തിൻ്റെ സോവറിനിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് സർവാധിപത്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നേ. പക്ഷേ ചില കാര്യങ്ങളൊന്നും ദൈവം ഇടപെടുന്നില്ലെന്ന് നമുക്ക് തോന്നാറില്ലേ? അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഇതിനകത്ത് ഇടപെടാത്തത്? വൈ ഗോഡ് ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ് വിത്ത് ദിസ് ടോപ്പിക് ഓർ വിത്ത് ദിസ് സ്ട്രഗിൾസ് ഇൻ മൈ ലൈഫ്? എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചോദിക്കാറുണ്ട്, അല്ലേ? പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവം എപ്പോഴും ആരാണ്? സോവറിൻ ഗോഡാണ്, സർവാധിപനാണ് ദൈവം. പക്ഷെ ഇതിന് അണ്ടറിൽ വരുന്ന ഒത്തിരി കാര്യങ്ങൾ കർത്താവ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമുക്കത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ആ സോവറിനിറ്റിയുടെ കീഴിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ദിവസത്തേക്ക് നോക്കിയിരിക്കുക. All this earth and all the things in this earth, they are groaning for the second coming of Jesus Christ. They are groaning. അവരെന്താ പറയുന്ന മലയാളത്തിൽ? അവർ ഞരങ്ങിക്കൊണ്ടിരിക്കുവാന്ന്. ഈ ഭൂമി കാണുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മളടക്കം നമ്മൾ എന്ത് ചെയ്യുക? ഞരങ്ങിക്കഴിയുക. കാരണം ഒരു ദിവസം ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു, കർത്താവിൻ്റെ വരവ് സംഭവിക്കാൻ പോകുന്നു. ആ തിയോളജി ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതിനകത്താണെയോ? ഈ സങ്കീർത്തനങ്ങളിൽ ഒത്തിരി സങ്കീർത്തന എക്സാമ്പിൾ ഞാൻ പറയാം. Psalm number 22 verse 28, then Psalm number 46 verses 8 and 9, Psalm number 81 verses 13 and 14. ഇത്രയൊക്കെ കാര്യങ്ങളിൽ കാണുന്നത് ദൈവം മനുഷ്യവർഗത്തെ ഭരിക്കുന്നു. God governs the human kind. And again, the fourth one is God blesses those who serve him. ദൈവത്തെ സേവിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. Psalm number 128 verse 1 and 2. Psalm number 128 verses 1 and 2. Then the fifth one, God knows all things. ദൈവം എല്ലാം അറിയുന്നു. All knowing God. All knowing God, എല്ലാം അറിയുന്ന ദൈവം. അതിനെക്കുറിച്ച് എവിടെ കാണുന്നറിയാമോ? Psalm number 147 verses 4 and 5, 139 verses 4 and 6, 147 verses 4 and 5, 139 verses 4 and 6. നമുക്കറിയാം 139 സങ്കീർത്തനത്തൊക്കെ ബാക്കി കുറേ നമുക്കറിയാം, അല്ലേ? ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, ഞാൻ സ്വർഗത്തിൽ പോയി ആകാശത്തിൽ പോയി താമസിച്ചാൽ അല്ലെങ്കിൽ ഭൂമിക്കടിയിലോട്ട് പോയി താമസിച്ചാൽ അവിടെ എല്ലാം നിന്റെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയുന്ന വാക്യങ്ങളാണ് 139 സങ്കീർത്തനത്തിനകത്ത്. അപ്പം അതൊക്കെ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? God knows all things. Okay, the all knowing God, സർവജ്ഞാനിയായ ദൈവം. Okay, sixth one, God judges those who rebel against him. മറുത്ത് നിൽക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു? ന്യായം വിധിക്കും, ശിക്ഷിക്കും. ദൈവത്തോട് മറുത്ത് നിൽക്കുന്നവരെ. Okay, the people those who are rebelling against God, rebellious people. Okay, നമ്മൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എത്രയോ പേരാണ്
വഴിയാത്രയിൽ പട്ടുപോയത്? എന്താ കാരണം? അവർ ദൈവത്തോട് റിബല്യസ് ആയിരുന്നു. അവർ ദൈവത്തോട് മത്സരിച്ചു. അതുകൊണ്ട് ദൈവം അവരെ ന്യായം വിധിച്ചു. സാം നമ്പർ 55 വേഴ്സസ് 13 ആൻഡ് സാം നമ്പർ 11 വേഴ്സ് 6 അതൊക്കെ ഒരു ഉദാഹരണമാണ്. ഇനി ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച്, സവിശേഷതകളെക്കുറിച്ച്, സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സവിശേഷതകൾ, ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നറിയാമോ? സാം നമ്പർ 77 വേഴ്സ് 13 ദൈവം വിശുദ്ധനാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ കേൾക്കുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് തോന്നും. ദൈവം വെറും വിശുദ്ധനാണോ? നമ്മളെയൊക്കെ എന്താ കർത്താവ് വിളിക്കുന്നത്? എൻ്റെ വിശുദ്ധന്മാരെന്നല്ലേ, അല്ലേ? ദൈവത്തിൻ്റെ വി ആർ ദ സെയിൻസ് ഓഫ് ഗോഡ്, നമ്മളെ വിശുദ്ധന്മാരാക്കി കർത്താവ് മാറ്റിയിരിക്കുക. ഓക്കെ. അതേസമയം ദൈവം ആരാന്നറിയുമ്പോൾ വെറും ഒരു വിശുദ്ധനല്ല, പിന്നെ അതിപരിശുദ്ധനായ ദൈവം, മോസ്റ്റ് ഹോളി ഗോഡ് എന്ന് നമ്മൾ വിളിക്കണം. വെറുതെ കർത്താവെ വിശുദ്ധനായ ദൈവമെന്ന് മാത്രമല്ല, പിന്നെ അതിപരിശുദ്ധനായ ദൈവം. കാരണം ദൈവത്തോളം പരിശുദ്ധി ഉള്ളതൊന്നും ഈ ലോകത്തിൽ ഇല്ല. എന്നാൽ ഇന്ന് പലരെയൊക്കെ എന്ത് വിളിക്കാറുണ്ട്? പരിശുദ്ധ എന്ന വാക്ക് വെച്ചിട്ട് അടുത്ത അവരുടെ പേര് പറയാറുണ്ട്, അല്ലേ? പരിശുദ്ധ എന്ന് കഴിഞ്ഞിട്ട് അവരുടെ പേര് പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും ആരും യോഗ്യതയുള്ളവരല്ല. ഈ ലോകത്തിൽ ഒരാൾ പോലും പരിശുദ്ധ എന്ന് പറയപ്പെടാൻ പറ്റത്തില്ല. കാരണം ഈ ലോകത്തിൽ ആർക്കും അത്രയും വിശുദ്ധിയില്ല. നമ്മളെയൊക്കെ വിശുദ്ധന്മാരാക്കി കർത്താവ് മാറ്റി, നമ്മളെ പരിശുദ്ധരാക്കി മാറ്റിയിട്ടില്ല. കാരണം നമ്മൾ പരിശുദ്ധിയുടെ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്താ പറഞ്ഞാൽ? ഐ ആം ഹോളി ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അർത്ഥം, കർത്താവിൻ്റെ വിശുദ്ധിയോട് അത്രയും നമുക്ക് പോകാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാണ്? We are trying to be holy. We are trying to become holy people. And even though God has made us His holy people, His holy servants and holy saints. Okay? So അത് നമ്മുടെ മനസ്സിലിരിക്കണം. ഇനി സാം നമ്പർ 86-ൻ്റെ വേഴ്സസ് 15 and 16. സാം നമ്പർ 86 വേഴ്സസ് 15 and 16 അത് God is gracious എന്ന് കാണുന്നു. God is എന്താണ്? ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഓക്കെ. പേഷ്യൻ്റ് ആണ്. ദെൻ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനാണ് എന്നൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സാം നമ്പർ 86 വേഴ്സസ് 15 and 16. ഇനി 89 വേഴ്സ് 14 ദൈവം നീതിമാനാണ്, ന്യായാധിപതിയാണെന്ന് കാണുന്നു. 89 വേഴ്സ് 14 ഗോഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. ആൻഡ് സാം നമ്പർ 111 വേഴ്സ് 6 ഗോഡ് ഈസ് ഓൾ മൈറ്റി, സർവശക്തനായ ദൈവമാണെന്ന് കാണുന്നുണ്ട്. 111 വേഴ്സ് 6 സർവശക്തനായ ദൈവം, ഓൾ മൈറ്റി ഗോഡ്. 111 വേഴ്സ് 10 വീണ്ടെടുപ്പുകാരനാണ് ദൈവം, വീണ്ടെടുപ്പുകാരന്. ഹീസ് എ റെഡീമർ എന്ന് കാണുന്നു. വീണ്ടെടുപ്പുകാരനാണ്. 111 വേഴ്സ് 10 ദൈവം ആരാണ്? വീണ്ടെടുപ്പുകാരൻ. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. സോ വൈ വി ലേൺ സാംസ്. ഓക്കെ. ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സാംസ് അതായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളതായിരിക്കുന്ന റൈറ്റേഴ്സ് എല്ലാം അവർക്ക് ദൈവം കൊടുത്ത ഇൻസ്പിറേഷൻ അനുസരിച്ചാണ് എഴുതിയത്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ദൈവം കൊടുത്ത ഇൻസ്പിറേഷൻ അനുസരിച്ചാണ് അവർ എഴുതുന്നത്. അല്ലെങ്കിൽ ദൈവം അവർക്ക് പ്രേരിപ്പിച്ചിട്ടാണ്, പ്രചോദനം നൽകിയിട്ടാണ് ദൈവം അവരെ കൊടുത്തതിനനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദേ ആർ ഇൻസ്പയർഡ്. ഓക്കെ. ദേ ആർ ഇൻസ്പയർഡ് ബൈ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം ആ ദൈവപ്രചോദിതമായിട്ട് എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ് എന്നതിന് ഉദാഹരണമായിട്ട് ദാവീദ് ഒരു വാക്യം പറയുന്നുണ്ട്. 2 സാമുവേൽ ഒന്ന് വായിക്കാമോ? 2 സാമുവേൽ ചാപ്റ്റർ 23 വേഴ്സ് 2. ഞാനിങ്ങനെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ബൈബിൾ വായിക്കുകയാണെങ്കിൽ ആ ബോറിംഗ് ഒന്ന് മാറ്റാം. സാം നമ്പർ 2 സാമുവേൽ 23 വേഴ്സ് 2. 2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന് 2-ാം വാക്യം ഒന്ന് വായിച്ചു. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നെന്നാ പറഞ്ഞത്. യഹോവയുടെ ആത്മാവ് ആരാ പറയുന്നേ? ഡേവിഡ് പറയാ, ദാവീദ് പറയാ, യഹോവയുടെ ആത്മാവ് എന്നിൽ. അപ്പം ഒരു വ്യക്തിയുടെ അകത്ത് എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. അത് സംഭവിക്കണം കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് സംഭവിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴും ഒരു പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം എന്തുവാ? കർത്താവേ, എൻ്റെ അന്തരാത്മാവിൽ ദൈവം
ഇടപെട്ടുകൊണ്ടിരിക്കണമേ, സംസാരിച്ചു കൊണ്ടിരിക്കണമേ. നമ്മൾ വെറുതെ ഒരു 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 മീറ്റിങ്ങിൽ പങ്കെടുക്കുകയല്ല, ഒരു ബൈബിൾ സ്റ്റഡിക്കകത്ത് ഇരിക്കുകയല്ല. എവിടെ ഇരുന്നാലും നമ്മുടെ അകത്തൊരു ചിന്ത ഉണ്ടായിരിക്കണം, ദൈവമേ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? സംസാരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നത്. When the transformation and changes are happening in the life of people, because they listen to the word of God and that speaks to their inner heart. Okay, the word of God will speak to their inner heart. അതാണ് നമ്മൾ ഇന്നർ ഹീലിംഗ് ഒക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെനസ്ഡേ ക്ലാസ്സിൽ. ഇന്നർ ഹീലിംഗ് നമ്മുടെ അകത്ത് നടക്കണം. എപ്പോഴാ? ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കും. ഓക്കെ, ഞാൻ നിങ്ങളോട്, കർത്താവ് പറഞ്ഞാലും, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ആരായിരിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ വചനത്തിന് എന്തോ ശക്തിയുണ്ട്? the word of God will sanctify us. The word of God will sanctify us. നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യും? നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പം അതിനുവേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവോട് സംസാരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവയുടെ ആത്മാവ് എൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അവൻ്റെ വചനം എൻ്റെ നാവിന്മേലുണ്ട്. ഹിസ് വേർഡ് ഈസ് ഓൺ മൈ ടങ് എന്നാ പറഞ്ഞത്. എൻ്റെ നാവിന്മേൽ അവൻ്റെ വചനം ഉണ്ട്. അപ്പം നമ്മുടെ നാവിന്മേലൂടെ ഈ ദൈവത്തിൻ്റെ വചനം വരണമെങ്കിൽ ഇത് ആദ്യം അകത്ത് കയറണം, അല്ലേ? അകത്തുണ്ടെങ്കിൽ മാത്രം നമ്മുടെ നാവിൽ കൂടെ അത് വരത്തുള്ളൂ. അതാണ് ദാവീദ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ എന്താണ്, ഒരു ഇൻസ്പിറേഷനോട് കൂടിയാണ് എഴുതുന്നത്. ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട്, ആ ആത്മാവിൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ അകത്തുള്ളത് കൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സാംസ് ഒക്കെ എഴുതുന്നത് എന്നാണ് താൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ പുതിയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്ത് ഈ ഇൻസ്പിറേഷനോടുകൂടെ ആണ് എഴുതപ്പെട്ടതെന്ന് ന്യൂ ടെസ്റ്റ്മെന്റിൽ കർത്താവ് യേശുക്രിസ്തു ആണെങ്കിലും മറ്റു പലരും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തുവാ? സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയ ആളുകൾ, റൈറ്റേഴ്സ്, ഓതേഴ്സ്, അവരെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഇൻസ്പിറേഷനോട് കൂടെയാണ്, അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രചോദനത്തോടു കൂടെയാണ് സങ്കീർത്തനങ്ങൾ എഴുതിയതെന്ന് കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് മാത്രമല്ല, കർത്താവിൻ്റെ ശിഷ്യന്മാരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് പോയിക്കോ. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 43 മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന് 43 എഴുതിയവർക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാം. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 43 കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരാ പറയുന്നേ? യേശുക്രിസ്തു പറയുകയാണ് ദാവീദിനെ കുറിച്ച്. എന്താ പറയുന്നത്? ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അപ്പൊ ദാവീദ് ജീവിച്ചിരുന്നത് എങ്ങനെയാ? ആത്മാവിലാണ്. അപ്പൊ പഴയ നിയമത്തിൽ എന്തോ ഉണ്ട്? ആത്മാവുണ്ട്. പഴയ നിയമത്തിൽ അന്യഭാഷയില്ലായിരുന്നു, പക്ഷേ പഴയ നിയമത്തിൽ എന്തുണ്ടായിരുന്നു? ആത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പഴയ നിയമത്തിൽ തൊട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരിലേക്ക് വെളിപ്പെട്ട് വന്നതും അത് ഇറങ്ങി വന്നതും ശരിയായ രീതിയിൽ അതിൻ്റെ ആക്ടിവേഷൻ നടന്നതും എവിടെയാ? പുതിയ നിയമത്തിലാണ്. ബുക്ക് ഓഫ് ആക്ട്സ് നമ്മൾ വായിക്കുമ്പോഴാണ്, അല്ലേ? അവിടെയാണ് കൂടിയിരുന്നത് ആ ജനത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അന്യഭാഷകളിൽ സംസാരിച്ചു. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്തു? ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ദൈവത്തിൻ്റെ ആത്മാവിലാണ് അവനെ കർത്താവെന്ന് വിളിക്കുന്നതെന്നാണ് യേശുക്രിസ്തു പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ അകത്ത് എന്തോ ആയിരുന്നു? ദൈവത്തിൻ്റെ ഒരു ആത്മാവുണ്ടായിരുന്നു. ഇനി ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 44, ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിനകത്ത് അവിടെയും യേശു കർത്താവ് പറയുന്നൊരു കാര്യമാണ്. എന്തെന്നറിയാമോ? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് നമ്മളൊരു പ്രാവശ്യം ചിന്തിച്ചതാണ് തുടക്കത്തിൽ. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 44-നകത്ത് പറയാണ്, ജീസസ് സേസ് ദാറ്റ് it is written already about my things or about me, in the law of Moses and also the books of the prophets and in the Psalms. അപ്പോൾ സങ്കീർത്തനങ്ങളിലും എന്ത് എഴുതിയിട്ടുണ്ട്? യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? അപ്പോൾ നമ്മൾ സങ്കീർത്തനം പഠിക്കണ്ടേ? സങ്കീർത്തനം പഠിക്കണം. എന്തുകൊണ്ടാ? സങ്കീർത്തനങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? യേശുക്രിസ്തു തന്നെ പറഞ്ഞു. അപ്പം നമ്മളത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 16 അടുത്തത്
അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഒരു കൺഫർമേഷൻ പറയുന്നുണ്ട്. പത്രോസ് പറയുക എന്നറിയാം, യൂദയെക്കുറിച്ച് ആ ആ യൂദാസ് ഇസ്കറിയോത്തിനെ കുറിച്ച് ഓൾറെഡി ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആര് പറയാ? പത്രോസ് പറയാ. പത്രോസ് കൺഫേം ചെയ്യുന്നത് അറിയാമോ? യൂദാസ് ഇസ്കറിയോത്ത് എവിടുത്തെ ആളാ? ഏത് കാലഘട്ടത്തിൽ ജീവിച്ച? പുതിയ നിയമത്തിൽ ജീവിച്ച. പക്ഷേ അവനെക്കുറിച്ച് എവിടെ എഴുതിയിട്ടുണ്ട്? സങ്കീർത്തനത്തിൽ ഓൾറെഡി ദാവീദ് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം അങ്ങനെ പറയുന്ന പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദാവീദ് ഒരു പ്രവാചകൻ കൂടെ ആയിരുന്നു. അവൻ്റെ മനസ്സിൽ അന്ന് ദൈവം ദൂത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന സാംസ് ഏതാണെന്നറിയാമോ? മശിഹ സങ്കീർത്തനങ്ങൾ ഏറ്റവും പ്രസക്തമായ സങ്കീർത്തനം, ദി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രോമിനൻറ്റ് സാം ഇൻ ബൈബിൾ അബൌട്ട് മെസ്സിയ, അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. 22 നമ്മൾ തിരുവത്താഴത്തിലൊക്കെ നമ്മൾ ഇടയ്ക്ക് വായിക്കാറുണ്ട് അല്ലേ? ഓക്കെ, തുരുന്തല്ലോ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് 22 ആണ്. അല്ല, നമ്മൾ മറ്റ് ബുക്ക് വായിക്കുമ്പോൾ മയസിയ ചാപ്റ്റർ 53 ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് മറ്റ് ബുക്കുകളിൽ. പക്ഷേ സങ്കീർത്തനങ്ങൾ 22-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന എന്തുവാ? മെസ്സിയാനിക് സാം എന്ന മശിഹ സങ്കീർത്തനം. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ച് കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ് അതിനകത്ത്, ക്രൂശിലെ മൊഴികളും കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുമോ? പത്രോസ് എന്ത് ചെയ്തു? യൂദയെക്കുറിച്ച് ദാവീദ് എഴുതിയിട്ടുണ്ടെന്ന് ആക്ട്സ് ചാപ്റ്റർ 1:16 കാണുന്നു. Then 2 Timothy chapter 3:16. 2 Timothy chapter 3:16. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. എന്തുവാ? All scriptures are inspired by God. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ്റെ ഗുണീകരണത്തിന് വേണ്ടി, അല്ലേ? കറക്ഷന് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി. എല്ലാ സ്ക്രിപ്റ്റേഴ്സും എന്താണ്? ഇൻസ്പയർഡ് ബൈ ഗോഡ്. അതിനകത്ത് എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? സങ്കീർത്തനം ഉൾപ്പെട്ടിട്ടുണ്ട്. സങ്കീർത്തനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഓൾ സ്ക്രിപ്റ്റേഴ്സ് ആർ ഇൻസ്പയർഡ് ബൈ ഗോഡ്. എല്ലാ ന്യായപ്രമാണവും എല്ലാ വചനങ്ങളും എന്താണ്? ദൈവത്താൽ പ്രചോദിതമാണ്. അതിനകത്ത്, തിരുവെഴുത്തിനകത്ത് എന്തുകൊണ്ട്? സാംസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം നമ്മൾ ഓക്കെ, സങ്കീർത്തനം 1 കയറാൻ പോവാണേ. ഇൻട്രൊഡക്ഷൻ തീർന്നു. ഇൻട്രൊഡക്ഷൻ കുറേ ഉണ്ട്, പക്ഷേ എല്ലാം കൂടെ പറയാൻ സമയമില്ല. ഓക്കെ, സാം നമ്പർ 1 കയറുക. എല്ലാവരും ഒന്ന് ബൈബിൾ തുറന്നേ. നമുക്ക് ആ സാം നമ്പർ 1 പോവാം. സാം നമ്പർ 1 and 2 ഒന്ന് നോക്കിക്കേ. അതിനകത്ത് എവിടെയെങ്കിലും ഹെഡിങ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു ശീർഷകം കാണുന്നുണ്ടോ? ഒരു ഹെഡിങ് കാണുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. 1-ാം സങ്കീർത്തനത്തിന് ഒരു ഹെഡിങ് കൊടുത്തിട്ടില്ല. 2-ാം സങ്കീർത്തനത്തിലും ഹെഡിങ് ഇല്ല. എന്ന് പറഞ്ഞാൽ ആരാ എഴുതിയത്? അവിടെ എഴുതിയിട്ടില്ല. 1-ാമത്തെ സങ്കീർത്തനത്തിലും 2-ാമത്തെ സങ്കീർത്തനത്തിലും എഴുത്തുകാരൻ ആരാ, ഗ്രന്ഥകർത്താവ് ആരാണെന്ന് എഴുതിയിട്ടില്ല. ഏത് പശ്ചാത്തലത്തിലാണ്, ഓക്കെ, ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് സങ്കീർത്തനം എഴുതിയതെന്നുള്ളതും അവിടെ കൊടുത്തിട്ടില്ല. എന്നാൽ പല സങ്കീർത്തനങ്ങളെയും തലക്കെട്ടിൽ അത് എഴുതിയിട്ടുണ്ട്. ഹെഡിങ്ങിനകത്ത് ഇന്ന സമയത്ത് ഇന്നാരെഴുതി, ഇന്ന സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ ഇന്നാരെഴുതിയെന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 സങ്കീർത്തനങ്ങളും അങ്ങനെ കാണുന്നില്ല. അതിൽ കാരണം അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ 1-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ സങ്കീർത്തനം ഒന്നായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നായിരുന്നു പണ്ട്. 1-ാം സങ്കീർത്തനം 2-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞ് 2ആയിട്ടല്ല തിരിച്ചിരിക്കുന്നത്. 2ഉം കൂടെ ചേർത്ത് ഒരു സങ്കീർത്തനമായിട്ടാണ് അന്ന് അവർ കരുതി പോന്നിരുന്നത്. പക്ഷേ തുടർമാനമായിട്ടുള്ള ദിവസങ്ങളിൽ കുറെ നാൾക്ക് ശേഷം അത് 2ആയിട്ട് വേർതിരിച്ചു. എന്നിട്ട് ഒന്നിൻ്റെ തുടർച്ചയായിട്ട് 2-ാമത്തെ സങ്കീർത്തനം ചേർത്തിരിക്കുന്നു എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നിൻ്റെ തുടർച്ചയായിട്ട്, കണ്ടിന്യൂഷൻ ഓഫ് സാം നമ്പർ 1. സാം നമ്പർ 2 ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് സാം നമ്പർ 1. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. ആ സങ്കീർത്തനത്തിൻ്റെ ഘടന അങ്ങനെ, സ്ട്രക്ചർ അങ്ങനെയാണ് കിടക്കുന്നത്. തന്നെയല്ല, ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4. ഓക്കെ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സസ് 25 and 26 ഒന്ന് വായിക്കാമോ? 25 and 26. 2-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ട്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ ചാപ്റ്റർ 4 വേഴ്സസ് 25 and 26.
ഉം. ആ. സാം നമ്പർ 2 വേഴ്സ് 1 എന്താ കാണുന്നത്? സെയിം തന്നെ, സെയിം കാര്യമാണ് കാണുന്നത് അല്ലേ? ജാതികൾ കലഹിക്കുന്നതും എന്താണ് വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സാം നമ്പർ 2 വേഴ്സ് 1 തൊട്ട് തുടങ്ങുന്നത്. അതേ കാര്യം തന്നെയാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ ചാപ്റ്റർ 4 വേഴ്സസ് 25 and 26 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ സങ്കീർത്തനം ആരെഴുതിയാന്ന് ഉറപ്പിച്ചു? അത് ഉറപ്പായല്ലോ, ഇനി സംശയമില്ലല്ലോ. രണ്ടാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. അപ്പോൾ ഒന്നാം സങ്കീർത്തനം ആരെഴുതിയതായിരിക്കും? ദാവീദ് എഴുതിയായിരിക്കും. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് അവിടെ നിൽക്കാം. ഇനി ഈ ഒന്നാമത്തെ സങ്കീർത്തനത്തിലേക്ക് 3 തരം ആളുകളെ കാണാൻ സാധിക്കും. 3 ക്യാരക്ടേഴ്സ് ഓഫ് സാം നമ്പർ 1. 3 വിധത്തിലുള്ള ആളുകളാണ്, 3 തരം ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാം നമ്പർ 1 പറയുന്നു. ഒന്നാമത്തേത് ദുഷ്ടന്മാർ, വിക്കഡ് ആയിട്ടുള്ള ആളുകൾ. ദ സെക്കൻഡ് കാറ്റഗറി ഈസ് സിന്നേഴ്സ്, പാപികൾ. ഒന്നാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാതറിയാം അല്ലേ? അപ്പോൾ ജസ്റ്റ് അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. ഒന്നാമത്തെ കൂട്ടം എന്താണ്? വിക്കഡ് ആയിട്ടുള്ള ആളുകൾ, ദുഷ്ടന്മാർ. ദ സെക്കൻഡ് കാറ്റഗറി ഈസ് സിന്നേഴ്സ്, പാപികൾ. മൂന്നാമത്തെ കൂട്ടമാണ് സ്കോഫേഴ്സ് ഓർ മോക്കേഴ്സ്, പരിഹാസികൾ. 3 കൂട്ടം ആളുകൾ എന്താണ്? ഒന്നാമത്തേത് വിക്കഡാണ്, ദുഷ്ടന്മാർ. ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? നീതികെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ദൈവഭയമില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ, ദൈവത്തിൻ്റെ ഒരു സ്വാധീനമില്ലാതെ, വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗോഡ്, ഒരു ദൈവത്തിൻ്റെ സ്വാധീനമില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ പാപികളാണ്. എന്താണ്? പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് പാപികൾ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, രക്ഷിക്കപ്പെട്ടില്ലാത്ത ആളുകളാണ് പാപികൾ. മൂന്നാമത്തെ ആൾക്കാരാരാ? പരിഹാസികൾ ആരാ? അവർ ദൈവത്തിൻ്റെ ജനത്തെയും എന്ത് ചെയ്യും? എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കും. ആ പരിഹാസത്തിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആ സ്വഭാവം ആദ്യം ഉള്ളത് ആർക്കാണെന്നറിയോ? പിശാചിന്. മീൻസ് നമ്മൾ ചിന്തിച്ചു വരുമ്പം പുള്ളിക്കാണ് ഈ പരിഹാസത്തിൻ്റെ സ്വഭാവം ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്വഭാവമാണ് പരിഹാസികൾക്കും കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല അല്ലേ? ആരെയും എന്ത് ചെയ്യരുത്? നോക്കിയരുത്, ആരും പരിഹസിക്കരുത്. നമ്മൾ എന്താന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? കുറേയൊക്കെ അങ്ങോട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട, പരിഹസിക്കാൻ പോകണ്ട, ആരെയും കളിയാക്കാൻ പോകണ്ട. മാക്സിമം നമ്മൾ ചില സമയത്തൊക്കെ എന്ത് ചെയ്യും? അറിയാതെ ചിലപ്പം ആരെയും കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇത്രയും നമുക്ക് പറ്റത്തില്ലെങ്കിലും മറ്റുള്ളവരെ പരിഹസിക്കാൻ പോകണ്ട. കാരണം നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ചാൽ മറ്റുള്ളവരെന്ത് ചെയ്യും? കേട്ടില്ല, നിങ്ങൾ പറഞ്ഞുമില്ല. നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ചാൽ മറ്റുള്ളവർ നമ്മളെ എന്ത് ചെയ്യും? പരിഹസിക്കും. അതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി അവിടെ കാണുന്നത് എന്താ? ദുഷ്ടൻ. ആ വാക്യം ഒന്ന് വായിക്കാവോ? നമുക്ക് എല്ലാവരും കാണാതറിയാം. ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തുടങ്ങുന്നതിന് എന്താ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ? നടക്കുക, നിൽക്കുക, ഇരിക്കുക. 3 കാര്യങ്ങൾ. 3 categories of people: wicked people, sinners and mockers or scoffers. പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത്, ദുഷ്ടന്മാരെന്ത് ചെയ്യുന്നു? അവര് നിൽക്കുന്നു. എവിടെ നിൽക്കുന്നു? പാപി എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡിങ് വേർ? പാപികൾ എപ്പോഴും ദുഷ്ടൻ എന്ത് ചെയ്യുന്നു? വാക്കിംഗ്. ദേ ആർ വാക്കിംഗ്. അവർ വാക്ക് ചെയ്യുന്നു. എന്തിനാ നടക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന എന്ന് പറഞ്ഞാൽ അവരുടെ ആലോചനയ്ക്കകത്ത് നടക്കുന്ന ആൾക്കാരാണ് ദുഷ്ടന്മാർ. ദുഷ്ടപ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് നടക്കുന്നു. ദെൻ പാപികൾ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. ദെൻ പരിഹാസികൾ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ
ദുഷ്ടൻ എപ്പോഴും തൻ്റേതായിരിക്കുന്ന ഒരാലോചനയിലാണ് അവൻ നടക്കുന്നത്. പാപി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റേതായ ഒരു വഴിയുണ്ട്. ഇനി പരിഹാസി എന്ത് ചെയ്യുന്നു? എപ്പോഴും തൻ്റേതായ ഒരു ഇരിപ്പിടത്തിലേ ഇരിക്കത്തുള്ളൂ. ഈ പരിഹാസികളുടെ ഒരു പ്രത്യേകത ഒരു ദേവദാസൻ പറഞ്ഞത്, പരിഹാസികൾ ഇരിക്കുന്നതേ ഒരു പരിഹാസത്തിൻ്റെ ഈ സിംഹാസനത്തിലായിരിക്കുന്നതെന്ന് പറഞ്ഞത്. കയറി ഇരിക്കുന്ന എവിടാ? ഒരു വലിയ സിംഹാസനത്തിലാണ്. പുള്ളി ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ പേര് പോലും എന്താണ്? പരിഹാസം എന്നാണ്. ആ പരിഹാസത്തിൻ്റെ സിംഹാസനത്തിൽ കയറി ഇരുന്നുകൊണ്ട് പുള്ളി എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെല്ലാം പരിഹസിക്കും, മോക്ക് ചെയ്യും. സ്കോഫിംഗ് എന്നാണ് പറഞ്ഞിരിക്കും, മോക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഉടനെ ഈ പുള്ളി അറിയുന്നില്ല പുള്ളി ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ പേര് പോലും എന്താണെന്ന്, പരിഹാസം. അപ്പം ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആൾ വിചാരിക്കുന്നത് ഒരു സിംഹാസനമാണ്, ഞാൻ എത്ര വലിയ പുള്ളിയാണ്, പക്ഷെ ആ വലിപ്പം മുഴുവൻ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പുള്ളി അറിയുന്നില്ല. ഈ പരിഹാസം കൂട്ടി വെച്ചിട്ടാണ് മറ്റുള്ളവർ എന്ത് ചെയ്യാണ്? ഈ പുള്ളിയെ പരിഹസിക്കുകയാണ്. പക്ഷെ പുള്ളി അറിയുന്നില്ല, പുള്ളി എപ്പോഴും ഞെളിഞ്ഞിരിക്കുക. എന്തോ, ഞാൻ സിംഹാസനത്തിലായിരിക്കുന്നു. പക്ഷെ പരിഹാസം എന്ന സിംഹാസനത്തിലാണ് അവൻ എപ്പോഴും ഇരിക്കുന്നത്. ആ ഇരിപ്പിടത്തിൽ പോയി നാം എന്ത് ചെയ്യരുത്? ഇരിക്കരുത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുന്ന ആള് ക്രമേണ എന്ത് ചെയ്യുന്നറിയാമോ? പാപികളുടെ വഴിയിലൊന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. കുറെ കഴിയുമ്പോൾ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യും? ഇരിക്കാനും സാധ്യതയുണ്ട്. ആദ്യം ചിലപ്പം എന്ത് ചെയ്യും? ഒന്ന് നടക്കുമായിരിക്കും, പിന്നെന്ത് ചെയ്യും? ഒന്ന് നിൽക്കും, പിന്നെന്ത് ചെയ്യും? ഇരിക്കും. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് പരാജയം സംഭവിക്കുന്നത്, ട്രാജഡീസ്, ഫെയിലിയേഴ്സ് ഒക്കെ സംഭവിക്കുന്നത് പെട്ടെന്നൊന്നുമല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല, ക്രമേണയാണ്, ഗ്രാജുവലിയാണ് സംഭവിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ, ഇവിടെ നമ്മൾ റോഡിൽ കൂടെ അങ്ങനെ നടന്നു പോകാറില്ല, എപ്പോഴും വണ്ടിയരല്ലേ. റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് നാട്ടിലൊക്കെ പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ, എവിടെയെങ്കിലും ഒരു രണ്ടുപേര് തമ്മിൽ അടി ഉണ്ടാക്കുന്ന കണ്ടാൽ, ഗ്രൂപ്പായിട്ട് ആ അടി ഉണ്ടാക്കുന്ന കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ, ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാൻ. നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? പതുക്കെ നടന്ന് അവിടെ അടുത്തോട്ട് പോയി സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളിതിനകത്ത് ഇടപെട്ട ആളെ അല്ല, പക്ഷെ നമുക്ക് അടി കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? നമ്മളവിടെ ചെന്നു, ഒന്ന് കണ്ടു, പതുക്കെ നടന്ന് ചെന്നു, അവിടെ ഒന്ന് നിന്നു, അവസാനം എന്തായി? നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടു. ഇരിപ്പിടം എന്തായി മാറി? അതിനകത്തായി പോയി. അങ്ങനെ സംഭവിക്കാറുണ്ട് നാട്ടിലൊക്കെ. ഇതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്. എന്താ, നമ്മൾ ആദ്യം വിചാരിക്കുമോ അതിലെ കൂടെ ഒന്ന് നടന്നെന്ന് വിചാരിച്ചേ എന്നാ സംഭവിക്കാനാ? സാറ് ചോദിക്കുന്നത്, അതിലൊന്ന് നടന്നെന്ന് വിചാരിച്ച് എന്നാ സംഭവിക്കാനാ? അത്ര വലിയ കാര്യമാണോ? അല്ല, ഒന്നും സംഭവിക്കത്തില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഒന്ന് നിന്നേക്കാം. കുറച്ചു നേരം നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഇവിടെ അങ്ങ് ഇരിക്കാം, നല്ല സുഖമുണ്ട്. ഈ ഉമ്മാരുടെ കൂടെ ഒക്കെ ഇരിക്കാൻ, ഈ പരിഹാസത്തോടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്. ഇവർ പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഒടക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ നമുക്കൊക്കെ പലപ്പോഴും. രണ്ടുപേര് തമ്മിൽ അടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് അരച്ചു കൊടുക്കും, കൂടെ ഇച്ചിരൂടെ. ഈ പലരുടെ സ്വഭാവം അത്. എന്നാൽ പ്രശ്നം കാണുന്ന ഉടനെ, ഉടക്ക് കാണുന്ന ഉടനെ, അല്ലെങ്കിൽ കലഹം കാണുന്ന ഉടനെ അത് പരിഹാരം ഉണ്ടാക്കാനല്ല, പിന്നെ ഇച്ചിരൂടെ ഒന്ന് മുറിച്ച് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ രസമല്ലേ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ എന്തോ ശ്രദ്ധിക്കണം. നടക്കുന്ന കൊള്ളാം, പക്ഷേ അത് ഏത് വഴിയിലാകരുത്? ദുഷ്ടന്മാരുടെ വഴിയിൽ ആകരുത്. നിൽക്കുന്നത് കൊള്ളാം, പക്ഷെ എവിടെ നിൽക്കരുത്? പാപികളുടെ വഴിയിൽ നിൽക്കരുത്. മൂന്നാമതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇരിക്കുന്നത് കൊള്ളാം, പക്ഷെ എവിടെ ഇരിക്കരുത്? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. ആരെങ്കിലും മറ്റുള്ളവരെ പരിഹസിക്കുന്ന കണ്ടാൽ അന്നേരെ പറഞ്ഞേക്കണം, അയ്യോ ഞാൻ ഈ കൂട്ടത്തിലുള്ള ആളല്ല. കൊള്ളാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ പരിഹസിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്തേക്കണം, മാറിയേക്കണം. കാരണം നമുക്ക് പറ്റിയ പണിയല്ലത്. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, അല്ലേ? മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട്, അവർക്ക് നന്മ ചെയ്യാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അല്ലാത്ത ഒരു പരിപാടിക്ക് നമ്മൾ എന്ത് ചെയ്യരുത്?
പോകരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലെ 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഒത്തിരി കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചൊന്ന് ഷോർട്ടായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ സങ്കീർത്തനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവുക. ആമേൻ. വലിയൊരു യാത്ര, ദീർഘയാത്ര. ഇത് 150 സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ദീർഘയാത്രയാണ്. എത്രയോ രാജ്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ ഒറ്റ ട്രിപ്പിൽ ഒത്തിരി രാജ്യങ്ങൾ കവർ ചെയ്യുന്നത് പോലെ നമ്മൾ ഈ 150 സങ്കീർത്തനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പോവുക. ഇതിനകത്ത് എത്ര പേർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ ഒന്ന് ഉടക്കി നിൽക്കുമ്പോൾ, ചില സ്ഥലങ്ങളിൽ നാദാ ഞങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയത് കാണുന്ന ഉടനെ, കർത്താവേ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സംസാരം കേൾക്കാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം, ഹല്ലേലൂയ, ഞങ്ങളുടെ അകത്തോട്ട് കയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദാവീദിനെ കുറിച്ച് പറയുന്നത് പോലെ, ദാവീദിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? അവനോട് സംസാരിച്ചു. അവൻ്റെ വായിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും ഒരാൾ ചുരുക്കം വാചകങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ട് വചനത്തെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം.